ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. നമ്മുടെ അനി നന്ദുവും കൂടി ചേർന്നിട്ട് കുറച്ച് ദൂരം പോകുവാട്ടോ. വേറൊന്നുമല്ല, അനി കൂട്ടുകാരായിട്ട് നിൽക്കുന്ന ചെറിയൊരു സ്ഥലമുണ്ട്. അത് ചെറിയൊരു ഹോട്ടൽ പോലത്തെ സെറ്റപ്പാണ്. അപ്പൊ അവിടേക്ക് പോകുവാണ്. അത് വാഗമൺ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ അടുക്ക ഏകദേശം അടുത്താണ്. അപ്പൊ നന്ദു പറയണ്ട, ഇത്രയും ദൂരമൊക്കെ നമുക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും അനി പറയണത് വേറൊന്നുമല്ല, നമുക്കൊരു സമാധാനത്തോടെ ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് ഇരിക്കാനായിട്ട്, ഇന്നത്തെ ദിവസം സമാധാനത്തോടെ ഇരിക്കാനായിട്ട് നമുക്ക് അവിടെ തന്നെയാണ് നല്ലത്. അവിടുത്തെ അന്തരീക്ഷമൊക്കെ വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് പോണത്. അവിടെ എത്തുമ്പോഴേക്കും അവിടുത്തെ സെക്യൂരിറ്റി വരെ കാണുമ്പോൾ തന്നെ ഒരുമാതിരി സംസാരിക്കാട്ടോ. ആ സാർ ഒരുപാട് വൈകിപ്പോയല്ലോ, പിന്നെ നിങ്ങളുടെ മണിയറയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിന് ചോദിക്കണ്ട, മണിയറയോ, നിങ്ങൾ എന്തൊക്കെയാ പറയണത്? എല്ലാം നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള റൂം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതെ, ഞങ്ങൾ രണ്ടുപേരുവേ ഇതെന്റെ വുഡ്ബിയാണ്, കല്യാണം കഴിക്കാൻ പോവാണെന്ന് പറയുമ്പോഴേക്കോ ആ സെക്യൂരിറ്റി ചിരിക്കുകയാണ്. അപ്പൊ ആ നന്ദു പറയണ്ട, തനിക്ക് എന്താണ് ഒരു ചിരി പോലെ? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ, ഞങ്ങൾക്ക് സെപ്പറേറ്റ് രണ്ട് റൂം മതി എന്ന് അനി പറയാണ്. ഓ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സെക്യൂരിറ്റി റൂമൊക്കെ ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുക്കുന്നു കേട്ടോ. ശേഷം സെക്യൂരിറ്റി മനസ്സിൽ വിചാരിക്കണം, രണ്ടുപേർക്ക് രണ്ട് റൂം മതി പോലും. രാത്രിയാകുമ്പോഴേക്കും പുള്ളിക്കാരനോ അല്ലെങ്കിൽ ഇവിടെ പുള്ളിക്കാരത്തെ റൂമിലേക്ക് കയറും, പുള്ളിക്കാരത്തില്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ റൂമിലേക്ക് പോകും. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു. ഇവരൊക്കെ ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കാണിച്ചു കൂട്ടണത്. എന്തായാലും കൊള്ളാം, രണ്ടുപേരും കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് സെക്യൂരിറ്റിനെ മനസ്സിലിങ്ങനെ വിചാരിക്കാട്ടെ. അപ്പൊ അങ്ങനെ അനി നന്ദുകൊണ്ട് ആ റൂമിലേക്ക് എത്തുന്നുണ്ട്. അനി പറയേണ്ടത് താനൊന്ന് ഫ്രഷ് ആയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇവിടെ ഇരുന്നോ, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാൻ വേണ്ടി നമുക്ക് ഭക്ഷണം ഒരുമിച്ച് കഴിക്കാമെന്ന് അനി പറഞ്ഞിട്ട് അനീൻ്റെ റൂമിലേക്കും നന്ദുവിൻ്റെ റൂമിൽ കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. അങ്ങനെ അവരവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആദർശവും നയനയും കൂടി തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ദേവ്യാനി ഉറക്കം അണച്ചിങ്ങനെ കാത്തിരിക്കുകയാണ് ഇവർ രണ്ടുപേരും വരാനായിട്ട്. അപ്പൊ ദേവ്യാനി ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് എവിടെ പോയതായിരുന്നു മക്കളെന്ന് ചോദിക്കുമ്പോൾ അത് നന്ദുന ഇത്ര നേരത്തെ വീട്ടിലെത്തിയിട്ടില്ല, അപ്പൊ അവൾ അന്വേഷിച്ച് പോയതാണ്, അനി വന്നോന്ന് ചോദിക്കുന്നുണ്ട് ആദർശ്. ഇല്ല, അനി വന്നിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും നയനക്ക് വീണ്ടും ടെൻഷൻ ആവണേ, രണ്ടുപേരും ഒരുമിച്ചാണ് എവിടെയെങ്കിലും പോയത് എന്നിങ്ങനെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ദേവ്യാനി പറഞ്ഞിട്ട്, ഇനിയിപ്പോൾ അങ്ങനെ വലുതും ആയിരിക്കോ, കാരണം അവന്തികമായിട്ടുള്ള വിവാഹത്തിന് ഒരു തരത്തിലും യോജിക്കുന്നില്ല, താല്പര്യം അവൻ വെട്ടിമുറച്ച് പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ കാര്യമുണ്ട് മോളെ എന്ന് പറയണം. നയനെ പറയണ്ട്, അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ, ഇനിയിപ്പോൾ അനി നന്ദുവിനെ മാത്രം മതി, നന്ദുവിനെ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഒറ്റ കാര്യം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവൻ്റെ കൂടെ തന്നെ നിൽക്കും, ഉറപ്പായിട്ട് അവൻ്റെ കൂടെ തന്നെ ഞങ്ങൾ നിൽക്കും. ഇനിയിപ്പോൾ അവൻ്റെ ഇഷ്ടം എന്താണ് അത് തന്നെ നടക്കട്ടെ എന്ന് എൻ്റെയും ആദർശൻ്റെ തീരുമാനം. അതേക്കണ ദേവേനി പറയുന്നുണ്ട്, അത് തന്നെയാണ് എൻ്റെയും തീരുമാനം. പിന്നെ ഇവിടെ അച്ഛൻ്റെ തീരുമാനമാണല്ലോ മോളെ എടുക്കണം, അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. ഇനിയിപ്പോൾ മുത്തശ്ശനൊരു തീരുമാനം എടുത്താൽ നമുക്ക് നമ്മുടെ തീരുമാനത്തിൽ മുന്നോട്ട് പോവാമേ. ആദർശിട്ടും വാ, ഇനിയിപ്പോൾ നാളെ രാവിലെ എന്താണെന്ന് വെച്ചാൽ അറിയാം എന്ന് പറഞ്ഞിട്ട് ആദർശിനെയും കൂട്ടിക്കൊണ്ട് നയനെ നേരെ മുറിയിലേക്ക് പോവാണ്. ദേവ്യാനിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നു കേട്ടോ. അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും ഞെട്ടിക്കുന്ന ന്യൂസാണ് നമ്മുടെ ആദർശും നയനയും കൂടി കേൾക്കുന്നത്. അതായത് വാഗമണ്ണും ആ സ്ഥലത്ത് പെരിന്തൽമണ്ണ അവിടെ എന്തൊക്കെയോ അവർ പോയത്. അപ്പൊ ആ സ്ഥലത്തെ ഹോട്ടലുകളൊക്കെ റെയ്ഡ് ചെയ്യണം. അവിടെ ഏതൊക്കെ ഒരു ഹോട്ടലിൽ എന്തൊക്കെയോ സംഭവം നടക്കുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് ഹോട്ടലിലൊക്കെ ഇങ്ങനെ റെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഈ നന്ദുവും അനി നിൽക്കുന്ന ഹോട്ടലുണ്ടല്ലോ അവിടെ റെയ്ഡ് നടത്താണ്. അപ്പൊ ആ സമയത്ത് ഈ അനി നന്ദുവിന്റെ റൂമിലായിരിക്കും, നന്ദുവിന്റെ ആ ഒരു റൂമിലായിരിക്കും ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അത് നവീനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാലോ, നവീനോട് പറഞ്ഞല്ലോ നമ്മൾ രണ്ടുപേരും ഇത്ര പ്രണയത്തിലാണെന്നൊക്കെ നവീനോട് പറഞ്ഞ് മനസ്സിലാക്കിയാലോ എന്നൊക്കെ അനി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അറിയില്ല അനിയായിട്ട് എന്ത് ചെയ്യണമെന്ന്. ഇതുപോലെ വിഷമിച്ച് പ്രണയിക്കുന്ന ആൾക്കാരുണ്ടാവോ? അനി പറയുന്നുണ്ട്, വിഷമിച്ച് പ്രണയിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് നന്ദു, പക്ഷെ അവരൊക്കെ അവസാനം ഒരു തീരുമാനം എടുക്കും. ഒന്നില്ലെങ്കിൽ അതിലേതെങ്കിലും ഒരാള് ജീവൻ കളയും, അല്ലെങ്കിൽ രണ്ടുപേരും മറന്ന് വേറെ ജീവിതത്തിലേക്ക് പോകും. ഇത് തന്നെയാണ് എപ്പോഴും നടക്കുന്നത്. പക്ഷെ നമുക്ക് ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ളതാണ്, നമുക്കങ്ങനെ മരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വേറൊരു ജീവിതത്തിലേക്ക് കടന്നു ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ നിലപാടിൽ തന്നെ നിൽക്കണം. നമ്മൾ എത്ര ഒരുപാട് പ്രായമൊക്കെ കഴിഞ്ഞ് പോയിക്കാനല്ലേ നമ്മുടെ വീട്ടുകാരെ അവസാനം മൽപ്പിടുത്തമൊക്കെ നിർത്തും. ആരെങ്കിലൊക്കെ വിവാഹം കഴിച്ച് ജീവിക്കട്ടെ എന്ന് അവർ വിചാരിക്കും. അപ്പം നമുക്ക് വിവാഹം കഴിക്കാം, എത്ര വർഷമായാലും കുഴപ്പമില്ല നന്ദു, അതുവരെ നമുക്ക് ഇങ്ങനെ പ്രണയിച്ച് നടക്കാലോ എന്ന് നന്ദുവിനടുത്ത് അനി പറയാണ്. അപ്പം എനിക്ക് നന്ദുവിനടുത്ത് ഇങ്ങനെ അനി പറയുമ്പോഴേക്കും നന്ദുക്കും അതിന് സന്തോഷമാവാട്ടോ. അങ്ങനെ രണ്ടുപേരും വളരെ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നന്ദുവിൻ്റെ ഇങ്ങനെ തലയിലൊക്കെ കൈവച്ചിട്ട് അനി ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. നീ വിഷമിക്കേണ്ട, എല്ലാം ഓക്കെ ആവുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ പോലീസുകാരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നന്ദു ഒരു പോലീസുകാരി ആയതുകൊണ്ട് തന്നെ ഈ ന്യൂസ് പെട്ടെന്ന് തന്നെ സ്പ്രെഡായി പോവാട്ടോ. കാരണം ഈ പോലീസുകാരി ഇന്ന സ്ഥലത്തെ SI ആണ് ഈ ഒരു അവിഹിത ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ പിടിച്ചത് തൂക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞൊരു പയ്യനായിട്ടായിരുന്നു ഇങ്ങനെ അവിഹിതം. അതായത് അനി ഇങ്ങനെ വിവാഹം കഴിഞ്ഞ് ഡിവേഴ്സ് ആവാൻ നിൽക്കണമെന്ന് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ നന്ദു വിവാഹം കഴിഞ്ഞൊരു പയ്യനായിട്ട് ഇങ്ങനെ ഹോട്ടലിൽ ഇങ്ങനെ നന്ദു എന്ന് പറഞ്ഞ SI വിവാഹം
വിവാഹം കഴിഞ്ഞൊരു പയ്യനായിട്ട് ഹോട്ടലിൽ ഇങ്ങനെ ഉണ്ടെന്നും അവിടെ റെയ്ഡ് ചെയ്തെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ന്യൂസ്. അപ്പോൾ ഈ ന്യൂസ് കേട്ടാണ് ആദർശ് നയനയ്ക്ക് ഇങ്ങനെ ആകെ ഷോക്കായി പോവാണ്. കനകക്കും ഗോവിന്ദനും ആകെ തലയിങ്ങനെ പിടിച്ചിങ്ങനെ തൊട്ടിക്കൊട്ടിങ്ങനെ കരയട്ടെ, തലയിലിങ്ങനെ കൈവച്ചിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കനക. മുത്തശ്ശനും എന്ത് ചെയ്യണം, മുത്തശ്ശൻ പറഞ്ഞു ഈശ്വരൻ നമുക്ക് കുടുംബത്തിൽ നാണക്കേടായി പോയല്ലോ എന്ന് പറയുമ്പോഴേക്കും നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെയൊക്കെ വിചാരിക്കണത്, ആദ്യമേ ഇവരുടെ വിവാഹം നടത്തി കൊടുത്തെങ്കിൽ എന്തിനും പ്രശ്നമുണ്ടോ. പിന്നെ അനിയും നന്ദുവിനും ഒന്നിക്കുകയാണെങ്കിൽ അവർക്ക് ഇവിടെ ഒരുപാട് സാഹചര്യം ഉണ്ടായിരുന്നു, അതൊന്നും വേണ്ട വെച്ചാൽ അവർ അവിടെ പോയിട്ട് ഒന്നിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അവർ മാറി നിൽക്കാൻ വേണ്ടി തന്നെ പോയതായിരിക്കും രണ്ടുപേരും. പിന്നെ പോലീസുകാരെ ആണല്ലോ അവള്. അപ്പൊ ഇങ്ങനത്തെ ഒരു കേസ് ആകുമ്പോഴേക്കും അവർക്ക് കുറച്ചൊരു ഉത്സാഹം ഉണ്ടാവായിരിക്കും. ഇങ്ങനത്തെ ഒരു അവിഹിതം പൊക്കി എന്നൊക്കെ പറഞ്ഞ് വലിയൊരു കൊട്ടിഘോഷിക്കുമ്പോഴേക്കും മാധ്യമക്കാർക്ക് അത് ആഘോഷിക്കാൻ ഒരു കാര്യമായല്ലോ എന്നൊക്കെ അപ്പൊ നവ്യ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ നയനെ പറഞ്ഞ ആദർശിട്ട പണി പറ്റിച്ചല്ലോ ആദർശിട്ട അവര്. അവർ ഒളിച്ചോട്ട് പോയി വിവാഹം കഴിച്ചാൽ പോലും കുഴപ്പമില്ലായിരുന്നു, ഇതിപ്പോ ഹോട്ടലിൽ നിന്നൊക്കെ പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നാണക്കേടായാലോ ആദർശേട്ടാ എന്നൊക്കെ നമ്മുടെ നയനെ പറയുമ്പോഴേക്കും ആദർശ് പറഞ്ഞു ഇനിയിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല, വരുന്നിടത്ത് വെച്ച് കാണാം. മുത്തശ്ശന്റെ തീരുമാനം എന്താ നോക്കട്ടെ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അനിയുടെ ആണെങ്കിൽ വിവാഹമോചനം കഴിഞ്ഞിട്ടുമില്ല, നന്ദുവായിട്ട് ഇങ്ങനെ ഹോട്ടലിൽ പിടിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹോഫ് എന്താകും എന്തോ എനിക്കൊന്നും അറിയില്ല നയനെ എന്ന് പറയണം. അതേസമയം നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോയി അപ്പോഴേക്കും ആ ന്യൂസ് കിട്ടുമ്പോൾ തന്നെ അനാമികയ്ക്ക് കേസ് കൊടുക്കണം. കണ്ടില്ല എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്തു, എനിക്ക് ഡിവോഴ്സ് വേണം, എനിക്ക് നഷ്ടപരിഹാരം വേണം, അതിൽ കയറി പിടിച്ചു. പിന്നെ മുത്തശ്ശനെ വേറെ നിവർത്തിയില്ല, എത്ര ആണെങ്കിലും നഷ്ടപരിഹാരം കൊടുത്ത് തീർത്തേക്കാം. എന്നിട്ട് അനിയുടെ നന്ദുവിൻ്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താം, ഈ നാണക്കേടിന്ന് ഒഴിവാൻ വേണ്ടി ഇത് തന്നെയുള്ളൂ മാർഗം എന്ന് നമ്മുടെ മുത്തശ്ശനും മനസ്സിലാവണം. അങ്ങനെ മുത്തശ്ശന് അവസാനം ആ ഒരു തീരുമാനം എടുക്കുകയാണ്. എത്ര കോടി രൂപ കൊടുക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, അനാമികനെ എങ്ങനെയെങ്കിലൊക്കെ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കിപ്പിച്ച് കൊടുക്ക്, എന്നിട്ട് അതിനുശേഷം നന്ദുവിൻ്റെയും അതുപോലെ തന്നെ അനിയുടെ വിവാഹം നമുക്ക് നടത്താം. എല്ലാം അതിനിപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ അവർ ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ് അവരെ ഒന്നിപ്പിക്കാനായിട്ട്, വിവാഹത്തിനെ കുറിച്ച് അവർ പറഞ്ഞതാണ് നമ്മുടെ അടുത്ത്. പക്ഷെ ഞാനത് കനകയെടുത്തും ഗോവിന്ദനോട് പറഞ്ഞപ്പോൾ അവർക്ക് അവരുടെ ഒരു ഇളയ മോളെയും കൂടി ഇവിടെ വിടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ജാനകിക്ക് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ, എല്ലാവരും കാരണം വയസ്സാം കാലത്ത് ഞാനും ഇയാളും കൂടി എത്രമാത്രവും അനുഭവിക്കണത് എന്ന് മൂർത്തി പറയണ്ട. ആ മുത്തശ്ശി പണ്ട നിങ്ങളിങ്ങനെ വിഷമിക്കല്ലേ, എല്ലാം ശരിയാകും, ഓരോരോ പ്രശ്നങ്ങൾ എല്ലാ കുടുംബത്തിലും ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ഓക്കെ ആകും എന്നൊക്കെ പറഞ്ഞാൽ മുത്തശ്ശിനെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ അനീനെയും നന്ദുവിനെയും ആ ഒരു ഇങ്ങനെ ഹോട്ടൽ റൂമിൽ നിന്ന് പിടിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ വാർത്തയാണ് ഇനി കാണാൻ വേണ്ടി പോകുന്നത്. അത് തന്നെയാണ് നമുക്ക് ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണാൻ വേണ്ടി പോകണം. അപ്പൊ ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോ വരുമ്പോഴേക്കും നല്ല പ്രൊമോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു 8:30 ആകുമ്പോഴേക്കും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 8:30 അല്ല 9 മണിക്കല്ലേ, 9 മണി ആകുമ്പോഴേക്കും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല നമ്മുടെ എന്താണ് ജലജയാണെന്നുണ്ടെങ്കിൽ ഈ നാഗേന്ദ്രനെ കണ്ടുപിടിക്കാൻ വേണ്ടി, നാഗേന്ദ്രനെ കണ്ടിട്ട് കാല് പിടിക്കാൻ വേണ്ടി നടക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിന്റെ ഫോട്ടോസിൽ കണ്ടതാണ്. ഇവര് അതായത് ജലജ വേറെ കുറെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് ജലജനെ കുറിച്ചുള്ള, നാഗേന്ദ്രനെ മാത്രമേ അറിയുള്ളൂ. അപ്പൊ അതൊന്നും ആരോടും പറയരുത്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടാം, ചതിക്കല്ലേ, ഇനിയിപ്പൊ കാര്യങ്ങളൊക്കെ മറ്റൊരിടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ എന്നെ വെറുക്കും, കുടുംബക്കാരെന്നെ വെറുക്കും എന്നൊക്കെ പറഞ്ഞ് നാഗേന്ദ്രന്റെ കാല് പിടിക്കാൻ പോവാണ്. അതായത് നാഗേന്ദ്രനെ മാത്രം അറിയാവുന്ന കുറച്ച് രഹസ്യങ്ങളുണ്ട്. അപ്പൊ അതിനു വേണ്ടി നാഗേന്ദ്രന്റെ കാല് പിടിക്കാൻ പോകുന്ന ഭാഗം നമുക്ക് ഈ ആഴ്ചയിലെ വീക്കെൻഡ് പ്രൊമോയിൽ എന്തായാലും കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.